بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد സൂറത്തു സാദ് 26 മുതൽ 29 വരെയുള്ള ആയത്തുകളാണ് പുതിയ പാഠമായി നാം പാരായണം ചെയ്യുന്നത്. ഈ വചനങ്ങളിലെ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. യാ ദാവൂദു, ഈ പദങ്ങളിലൊന്നും തഫ്ഖീമിൻ്റെ അക്ഷരങ്ങളില്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. യാ ദാവൂദു ഇന്നാ ജഅൽനാക, ഇന്ന നൂൻ മുഷദ്ദദ, ഷദ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കുക. ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ്, ഖലീഫതൻ, ഇതിലെ തൻവീനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖലീഫതൻ ഫിൽ അർദി ഫഹ്കും, അൽ അർദ്, ഇതിൽ റാ ദ്വാദ് തഫ്ഖീമിൻ്റെ അക്ഷരങ്ങളാണ്. ദ്വാദിന് കസ്ര, അതിനാൽ കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് നൽകുക. ഫഹ്കും, ഈ സാക്കിനായ മീമിനെ ഇഖ്ഫ ഷഫവി നൽകി അവ്യക്തമാക്കി മറച്ച് മണിച്ചോദണം. ഫഹ്കും ബൈനന്നാസി, അന്നാസ്, ഈ പദത്തിൽ നൂൻ മുഷദ്ദദ, ഷദ്ദ നൽകപ്പെട്ട നൂൻ വരുന്നു, മണിക്കുക. ബിൽ ഹഖി, ഖാഫിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീമാണ് നൽകുക. വലാ തത്തബിഇൽ ഹവാ, വലാ തത്തബിഇൽ ഹവാ ഫയുദില്ലക, ദ്വാദിന് തഫ്ഖീം കൊടുക്കുന്നു, കുറഞ്ഞ തഫ്ഖീം കസ്റായതിനാൽ. അൻ സബീലില്ലാഹ്, അൻ, ഇതിലെ സക്കിന നൂൻ സുക്കൂൻ നൽകപ്പെട്ട നൂനിനെ മറച്ച് മണിക്കണം, ഇഖ്ഫ ഹഖീഖി നൽകണം. അൻ സബീലില്ലാഹ്, ഇന്നല്ലദീന, വീണ്ടും ഷദ്ദ നൽകപ്പെട്ട നൂൻ മണിക്കുക. യദില്ലൂന, ദ്വാദ് മക്സൂറായി വന്നു, കുറഞ്ഞ തഫ്ഖീമാണ് നൽകേണ്ടത്. യദില്ലൂന അൻ സബീലില്ലാഹ്, വീണ്ടും സാക്കിനായ നൂൻ സീനിന് മുമ്പിൽ ഇഖ്ഫ ഹഖീഖി മറച്ച് മണിച്ചോദണം. ലഹും അദാബ്, സക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ലഹും അദാബുൻ ശദീദുൻ ബിമാ, അദാബുൻ എന്നതിലെ തൻവീനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. ഷദീദുൻ എന്നതിലെ തൻവീനിനെ ഇഖ്ലാബ് ചെയ്ത് മീമാക്കി മാറ്റി മണിക്കണം. ഷദീദുൻ ബിമാ നസൂ യൗമൽ ഹിസാബ്, ബയിൽ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ വരുന്നു, ഖൽഖല കുബ്ര നൽകി വ്യക്തമാക്കണം, ശബ്ദം ചലിപ്പിച്ച് ഓതുക. വമാ ഖലഖ്നസ് സമാഅ, ഖാഫ്, ഇവ രണ്ടും തഫ്ഖീമിൻ്റെ അക്ഷരങ്ങളാണ്. ഖാഫിന് സുക്കൂനാണ്, ഖൽഖല നൽകി വ്യക്തമാക്കി ശബ്ദം ചലിപ്പിക്കുക. അസ്സമാഅ, ഇതിലെ മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘം നൽകിയ അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. വൽ അർദ, ഇതിൽ റാ ദ്വാദ് പൂർണ്ണമായ തഫ്ഖീം നൽകേണ്ട അക്ഷരങ്ങളാണ്. ദ്വാദിനാണ് പൂർണ്ണമായ തഫ്ഖീം, റായിന് നിസ്ബിയായ തഫ്ഖീം, തടിപ്പിച്ച് ഓതേണ്ടതാണ് ഈ അക്ഷരങ്ങളെ. വമാ ബൈനഹുമാ ബാത്തില, ത്വായിന് കസ്റുണ്ട്, അതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം നൽകി ഉച്ചരിക്കുക. ബാത്തില. ذلك ظن الذين كفروا, ഇതിൽ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. വന്നു, ഷദ്ദ് നൽകപ്പെട്ട നൂനിനെ മണിക്കണം.
കഫറു, ഇതിൽ റായിന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ചോതുക. ഫവൈലുൽ ലില്ലദീന, ഫവൈലുൻ, ഈ തൻവീനിന് ഇദ്ഗാം ബിഗൈരി ഗുന്ന നൽകി ലാമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഒതുക. കഫറു, റായിന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ചോതുക. മിനന്നാർ, നൂൻ മുഷദ്ദദ, ശബ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. റായിൽ വഖഫ് ചെയ്യുമ്പോൾ അതിന് സുക്കൂനും മുമ്പിൽ ഫത്ഹിൻ്റെ ദീർഘമായ അലിഫുമാണ്. ഫത്ഹിൻ്റെ അതേ വിധി തന്നെ, അഥവാ റായിനെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക, തടിപ്പിച്ചുകൊണ്ട് മിനന്നാർ എന്ന് തടിപ്പിച്ചോതേണ്ടതാണ്. എം നജ്അലു, എം സാക്കിനായ മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം. നജ്അലു, ഇതിൽ ജീമിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കണം. ഖൽഖല സൂറ. നജ്അലു അല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി, അസ്സാലിഹാത്തി, സ്വാദിനും അലിഫിനും തഫ്ഖീം കൊടുത്ത് തടിപ്പിച്ചോതേണ്ടതാണ്. മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ സൂക്ഷിക്കണം. കൽ മുഫ്സിദീന, കൽ മുഫ്സിദീന ഫിൽ അർദി, അൽ അർദി, റായിനും ദ്വാദിനും തഫ്ഖീമുണ്ട്. ദ്വാദിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം നൽകി തടിപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ്. വീണ്ടും എം നജ്അലു, സാക്കിന മീം ഇൽഹാർ ഷഫവി വെളിവാക്കി മണിക്കാതെ ഓതുക. നജ്അലുവിൽ ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കുക. അൽ മുത്തഖീന, ഖാഫിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം. കൽ ഫുജ്ജാർ, കൽ ഫുജ്ജാർ, റായിൽ അവസാനിപ്പിക്കുമ്പോൾ തഫ്ഖീം നൽകി തടിപ്പിച്ച് ഓതേണ്ടതാണ്. കൽ ഫുജ്ജാർ. മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. കിതാബുൻ അൻസൽനാഹു, കിതാബുൻ തൻവീനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. അൻസൽനാഹു സാക്കിനായ നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിച്ചോതുക. ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു, മുബാറകുൻ, ഈ തൻവീനിനെ ലാമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഓതുക. ഇദ്ഗാം ബിഗൈരി ഗുന്ന. ലിയദ്ദബ്ബറു, ലിയദ്ദബ്ബറു ആയാതിഹി, റായിന് തഫ്ഖീം വരുന്നു, തടിപ്പിച്ച് റായിനെ ഉച്ചരിക്കുക. റായിൻ്റെ ദീർഘാക്ഷരമായ വാവിനെ മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. വലിയതദക്കറ, വലിയതദക്കറ, ഇതിൽ റായിന് മാത്രമാണ് തഫ്ഖീം നൽകേണ്ടത്, തടിപ്പിച്ച് റായിനെ ഉച്ചരിക്കുക. മറ്റക്ഷരങ്ങൾക്കെല്ലാം തർക്കീഖാണ്. ഉലുൽ അൽബാബ്, ഉലുൽ അൽബാബ്, അവസാനിപ്പിക്കുമ്പോൾ ബായിൽ സുക്കൂൻ വരുന്നു. ഖൽഖല കുബ്ര നൽകി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കി വഖഫ് ചെയ്യേണ്ടതാകുന്നു. ബാറക്കല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا داود إنا جعلناك خليفة في الأرض فاحكم بين الناس بالحق، فاحكم بين الناس بالحق ولا تتبع الهوى فيضلك عن سبيل الله،
إن الذين يضلون عن سبيل الله لهم عذاب شديد بما نسوا يوم الحساب. وما خلقنا السماء والأرض وما بينهما باطلا ذلك ظن الذين كفروا فويل للذين كفروا من النار. أم نجعل الذين آمنوا وعملوا الصالحات كالمفسدين في الأرض أم نجعل المتقين كالفجار. كتاب أنزلناه إليك مبارك ليدبروا آياته وليتذكر أولو الألباب.